പ്രശ്നങ്ങൾ അവസാനിച്ചു എന്നാണോ? ഇന്നിപ്പോൾ PMA സലാം പാണക്കാട് സാദിഖ് അലി തങ്ങളെ കാണുന്നു, ഹമീദ് അലി തങ്ങളെയും കാണുന്നു, ആരാണെന്ന് അറിയില്ലെങ്കിലും ഹമീദ് അലി തങ്ങളെയും കാണുന്നു. അപ്പോൾ ആ പ്രശ്നങ്ങൾ അവസാനിക്കാനാണ് സാധ്യത. അങ്ങനെ കരുതാൻ നിവൃത്തിയുണ്ടോ? യഥാർത്ഥത്തിൽ പെട്ടെന്ന് ഞങ്ങളൊരു പ്രശ്നം തുടങ്ങി അല്ലെങ്കിൽ തർക്കം തുടങ്ങി ഞങ്ങൾ തന്നെ അവസാനിപ്പിച്ചു എന്നൊക്കെ പറയാൻ മാത്രമുള്ളത് ആ പ്രശ്നമാണോ ഇപ്പോൾ സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ നടക്കുന്നത്? അതായത് മുസ്ലിം ലീഗിൻ്റെ കീഴിലുള്ള അല്ലെ ഒരു കീഴ് ഘടകമാണോ, ഒരു പോഷക ഘടകമാണോ സമസ്ത എന്നുള്ളൊരു ചോദ്യം. അതേ സമയത്ത് തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങളെപ്പോലുള്ള ഒരു പ്രാവീണ്യമുള്ളൊരു പണ്ഡിതനെ അദ്ദേഹം ഒരിക്കലും തന്നെ മുസ്ലിം ലീഗിന് വഴങ്ങിക്കൊടുക്കാൻ തയ്യാറുള്ള ഒരു നേതാവല്ല. യഥാർത്ഥത്തിൽ ഒരു വലിയ എന്താണ് പറയേണ്ടത്, അകത്ത് നടക്കുന്ന ഒരു പോരാട്ടത്തിന്റെ ബഹിസ്ഫുരണമാണ് ഇപ്പോൾ കാണുന്ന ഈ തർക്കങ്ങൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തുടങ്ങിയ തർക്കം ഞങ്ങൾ തന്നെ അവസാനിപ്പിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം മണികളിലും അതുപോലെ ലീഗ് പ്രവർത്തകരിലും സമസ്തയുടെ അനുയായികളൊക്കെ തന്നെ വളരെ ആഴത്തിലുള്ള മുറിവുകൾ ഏറ്റിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇതിന് നേതൃത്വം കൊടുത്തത് നേതാക്കന്മാരാണ്. PMA സലാം ഒരു കരു മാത്രമാണ്. യഥാർത്ഥത്തിൽ ഈ തർക്കത്തിന് പിന്നിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയുമുണ്ട്. ജിഫ്രി തങ്ങൾ വന്നത് മുതൽ തുടങ്ങിയതാണ് ഈ തരത്തിലുള്ള ഒരു ചക്കളത്തിപ്പോര്. ജിഫ്രി തങ്ങളെപ്പോലുള്ള ഒരു വലിയ പണ്ഡിതനെ മുസ്ലിം ലീഗിൻ്റെ കീഴിൽ പ്രവർത്തിക്കാൻ ഒരിക്കലും തന്നെ തയ്യാറല്ലാത്ത ഒരു മനസ്സിനെ എനിക്ക് തോന്നുന്നില്ല മുസ്ലിം ലീഗ് നേതൃത്വം അവിടെ രാജിയായി മുന്നോട്ട് പോകുമെന്ന്. ഒരു വെടിനിർത്തൽ നടത്തുന്നത് മറ്റൊരു യുദ്ധത്തിന് വേണ്ടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഒരു കാര്യങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. സമസ്തക്ക് പ്രത്യേക രാഷ്ട്രീയമില്ല. 1982 അതിൻ്റെ ഒരു പ്രമേയത്തിൽ പറയുന്നുണ്ട് സമസ്തക്ക് രാഷ്ട്രീയമില്ല. അതേ സമയത്തും ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിരോധവുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം ആദ്യഘട്ടത്തിൽ കോൺഗ്രസുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതേ സമയത്ത് അഖിലേന്ത്യയിലേക്കുള്ള സമയത്ത് സെയ്ദ് ഉമർ ബാഫഖി തങ്ങളുമായി അദ്ദേഹം നല്ല ബന്ധം പുലർത്തി. ആ ബന്ധം പുലർത്തിയതിൻ്റെ പേരിലാണ് യഥാർത്ഥത്തിൽ അന്നത്തെ മുസ്ലിം ലീഗുകാർ ഇവരെ EKയെ പട്ടിക്കാട് ജാമിയ നൂരിയയിൽ നിന്ന് പുറത്താക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഒരു ആധിപത്യത്തിൻ്റെ പ്രശ്നമാണ്. സമസ്തയാണോ വലുത്, മുസ്ലിം ലീഗാണോ വലുത്? പക്ഷെ നേരെ കാരശ്ശേരി മാഷ സൂചിപ്പിച്ചതുപോലെ സമസ്ത പറക്കുന്നതിന് അല്ല, മുസ്ലിം ലീഗ് കേരളത്തിൽ പ്രവർത്തിക്കുന്നതിന് 10 വർഷം മുമ്പ് 1926 തന്നെ സമസ്ത ഉണ്ടായിട്ടുണ്ട്. അതും പണ്ഡിതന്മാർ. ചന്ദ്രിക 1934 സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അത് മുഖപത്രമായിരുന്നില്ല. അതിനു മുമ്പ് 1928 തന്നെ ബയാൻ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം സമസ്തയ്ക്ക് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല മുസ്ലിം യൂത്ത് ലീഗോ മറ്റു പോഷകഘടകങ്ങളോ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ സമസ്ത അതിൻ്റെ പോഷകഘടകങ്ങൾ ഉണ്ടാക്കിയിരുന്നു. സുന്നി യുവജന സംഘം ഉണ്ടാക്കിയിരുന്നു, ജമിയത്തുൽ മുഅല്ലിമീൻ ഉണ്ടാക്കിയിരുന്നു. ഒരു കാര്യത്തിൽ നമ്മൾ എത്ര യാഥാസ്ഥികത്വം പറഞ്ഞു കഴിഞ്ഞാലും സമസ്ത യഥാർത്ഥത്തിൽ മറ്റ് മുസ്ലിം യാഥാസ്ഥിക ഗ്രൂപ്പിൽ നിന്നും വളരെ മുന്നേ പറക്കുന്നൊരു പക്ഷിയാണ്, യാതൊരു സംശയവുമില്ല. ചിന്താപരമായും അവരെല്ലാ കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിരുന്നു. പക്ഷെ ഒരു ഘട്ടത്തിലും അവർ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെട്ടിരുന്നില്ല. ഒരു കാര്യം മുസ്ലിം ലീഗുകാർ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, ബാഫയ്ക്ക് തങ്ങൾ യഥാർത്ഥത്തിൽ സമസ്തയുടെ സംഭാവനയാണ് മുസ്ലിം ലീഗിന്. അതിനു മുമ്പ് നേരത്തെ കാരശ്ശേരി മാഷ് സൂചിപ്പിച്ചതുപോലെ 1948 മുസ്ലിം ലീഗിന്റെ സാരഥ്യം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ബാഫയ്ക്ക് തങ്ങൾ യഥാർത്ഥത്തിൽ സമസ്തയുടെ സജീവ പ്രവർത്തകനായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ K മൗലവി ആയിരുന്നു ഒരു സുന്നി. ബാഫയ്ക്ക് തങ്ങളെ പോലെയുള്ള ഒരു സുന്നി ആയിരിക്കണം സമസ്തയുടെ തലപ്പത്തുണ്ടാവണം എന്ന് പറയുന്നത്. മലപ്പുറത്തെ മുസ്ലിങ്ങൾ സമസ്തയിലേക്ക് മുസ്ലിമിലേക്ക് വന്നത് ബാഫയ്ക്ക് തങ്ങൾ വന്നതിന് ശേഷമാണ്. ബാഫയ്ക്ക് തങ്ങളും അതോടൊപ്പം തന്നെ പൂക്കോയ തങ്ങളും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും തന്നെ അന്നും മുസ്ലിം ലീഗ് സമസ്തന്റെ മേലെ ആധിപത്യം സ്ഥാപിച്ചിട്ടില്ല. MESഉം മുസ്ലിം ലീഗും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് മുസ്ലിം ലീഗിന്റെ കൗൺസിൽ തീരുമാനിച്ചു MESനെതിരെ നിലപാടെടുക്കാൻ വേണ്ടി. 1980കളിലെ സമസ്തയുടെ ഒരു പ്രമേയത്തിൽ പറയുന്നുണ്ട്, സുന്നികളല്ലാത്ത അവരെ ആരെയും തന്നെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല എന്ന്. നിങ്ങൾ നോക്ക്, നേരത്തെ സൂചിപ്പിച്ച കുറെ മുജാഹിദ് നേതാക്കന്മാർ അതിന്റെ തലപ്പത്തുണ്ടായിരുന്നിട്ട് പോലും അങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കാൻ അന്ന് അവർക്ക് ധൈര്യമുണ്ടായിരുന്നു. അതിന് കാരണം സുന്നി പണ്ഡിത സഭ എന്ന നിലക്ക് അന്ന് മുസ്ലിം ലീഗിന് വലിയ പേരുണ്ടായിരുന്നു, സമസ്തക്ക് നല്ല പേരുണ്ടായിരുന്നു, ഇസ്സത്ത് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് പൂക്കോയ തങ്ങളുടെ കാലശേഷമാണ്
സമസ്തയെ ഒരു മുസ്ലിം ലീഗിന്റെ പോഷകടമാക്കി മാറ്റുന്നത്. അത് ഇപ്പോൾ ഈ ജിഫ്രി തങ്ങളുടെ പ്രശ്നം വരുന്നത്, ജിഫ്രി തങ്ങൾ സമസ്തയുടെ പ്രസിഡന്റായി വരുന്നത് കുഞ്ഞാലിക്കുട്ടി നേരത്തെ എതിരായിരുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളമാണ്, എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച മുഫത്തിഷീങ്ങളുടെ മദ്രസയിലെ ഇൻസ്പെക്ടർമാരുണ്ട്, മുഫത്തിഷികൾ, അവരുടെ നേതാവാക്കാൻ വേണ്ടി ഒരു ശ്രമമാണ് നടത്തിയത്. പക്ഷെ നന്നായിട്ട് രാഷ്ട്രീയം വഴങ്ങുന്ന ജിഫ്രി തങ്ങളാവട്ടെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ഒരു കാര്യം അടിസ്ഥാനപരമായി വേറെ മനസ്സിലാക്കേണ്ടതുണ്ട്. പൂക്കോയ തങ്ങളുടെ അല്ലെങ്കിൽ പാണക്കാട്ട് തങ്ങന്മാരെക്കാൾ കൂടുതൽ രാഷ്ട്രീയം അറിയുന്നവരാണ് മമ്പറം തങ്ങന്മാര്. അവിടെ ഉസ്മാനിയ ഖിലാഫത്തില്, അതായത് തുർക്കിയില് മന്ത്രിയായ പാരമ്പര്യം പോലും ജിഫ്രി തങ്ങളുടെ കുടുംബത്തിനുണ്ട്. അവര് നല്ല ബിസിനസ്സുകാരാണ്. അതേസമയം നല്ല സാദാത്യങ്ങളിൽ വളരെ പേരുകെട്ടവരാണ്. സാദാത്യങ്ങൾ എന്ന് പറഞ്ഞാൽ തങ്ങന്മാര്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയം നന്നായിട്ട് വഴങ്ങുന്നവരാ. ഒരു തവണ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിമുഖത്തിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, നിങ്ങൾ എവിടുന്നാണ് രാഷ്ട്രീയം പഠിച്ചത് എന്ന്. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയം തന്നെ മനസ്സിലാക്കുന്ന ആളാണ്. അദ്ദേഹം ലക്നൌവിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇതിനു മുമ്പ് ഇങ്ങനെ രാഷ്ട്രീയം വഴങ്ങുന്ന ഒരു നേതാവും ഉണ്ടായിരുന്നെങ്കിൽ ഈ ശംസുൽ ഉലമ മാത്രമായിരുന്നു. അതുകൊണ്ട് ഈ തങ്ങളെ നിലക്ക് നിർത്താൻ വേണ്ടി PMA സലാമോ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയോ സാദിഖലിയോ ഒരു കോക്കസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ പരാജയപ്പെടാൻ പോകുന്നത് ഈ കോക്കസാണ്. ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ വന്നതിന് ശേഷം EK സമസ്തയിൽ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്, ചിന്താപരമായ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെ പാരവെക്കാൻ വേണ്ടി, അട്ടിമറിക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് ചില അന്തർനാടകങ്ങൾ കളിക്കുന്നുണ്ട്. ഇപ്പോൾ ബഫിയ പേരിലൊക്കെ തന്നെയുള്ള വിവാദം അതിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ പലരും സൂചിപ്പിച്ചതുപോലെ ഒരു മുജാഹിദ് സുന്നി പോരാട്ടമല്ല ഇവിടെ നടക്കുന്നത്. ഇത് മുസ്ലിം ലീഗും അതുപോലെ തന്നെ സമസ്തയും തമ്മിലുള്ള പോരാട്ടമാണ്. EK സമസ്തയും തമ്മിലുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടത്തിനിടയിൽ സമസ്ത രാഷ്ട്രീയ അധികാരം ആഗ്രഹിക്കുന്നു എന്നാണോ? അതായത് താങ്കൾക്ക് തങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും എന്നാണോ താങ്കൾ വിശ്വസിക്കുന്നത്? അതല്ല സംഭവം. അതായത് മുസ്ലിം ലീഗ് ചിന്തിക്കുന്നത് പോലെ മാത്രമേ സമസ്തയും ചിന്തിക്കാൻ പാടുള്ളൂ എന്ന ഒരു എന്താണ് പറയുക ധിക്കാരപരമായ സമീപനം മുസ്ലിം ലീഗ് നേതൃത്വത്തിനുണ്ട്. പക്ഷെ അതിന് സമസ്ത നേടി കിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നെടുത്ത് മാത്രമേ വോട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഒരിക്കലും തന്നെ പറയാൻ പാടില്ല സമസ്തനോട്. സമസ്തക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യമുണ്ട്, ഒരു സ്വതന്ത്രമായ അസ്തിത്വമുണ്ട്, ഇസ്സത്തുള്ള ഒരു നിലനിൽപ്പുണ്ട്. അത് അംഗീകരിച്ചു കൊടുക്കാൻ ഒരിക്കലും തന്നെ മുസ്ലിം ലീഗ് നേതൃത്വം തയ്യാറാവില്ല. പിന്നെ 7.5 വർഷമായി മുസ്ലിം ലീഗ് അധികാരത്തിലില്ല. ഇവിടെ സമസ്തക്ക് ഒരു കോട്ടവും തട്ടിയിട്ടില്ല. ഇത്തരമൊരു ഘട്ടത്തിൽ ജിഫ്രി തങ്ങൾ സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ഫോണിൽ വിളിക്കുന്നതിനെ എന്തിനാണ് അസഹിഷ്ണുത കാണേണ്ട ആവശ്യം? ഇവിടെ അതാണ് പ്രശ്നം. അതായത് ഭരണകൂടത്തോട്, അധികാരവർഗത്തോട് ഞങ്ങൾ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ, ഞങ്ങൾ ഇതിൻ്റെയൊക്കെ ആളാണ്, നിങ്ങൾ പള്ളിയിലും യത്തീംഖാനയിലും ഒതുങ്ങിക്കൂടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ സുന്നി പണ്ഡിതന്മാരെ അതിന് കിട്ടില്ല എന്ന് ഉറപ്പാ.